ഗ്രേപ്പ് സ്പഞ്ച് പേര് പോലെ തന്നെ പഞ്ച് ചെയ്തെടുക്കുന്ന ഒരു ഗ്രേപ്പ് ജ്യൂസാണിത്. ഉപ്പും മഞ്ഞളും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ 2 മണിക്കൂറോളം കുതിർത്ത് വൃത്തിയാക്കിയെടുത്ത മുന്തിരി തിളപ്പിച്ചെടുക്കാം. 1 ഇഞ്ച് നീളമുള്ള പട്ടയും 3 ഗ്രാമ്പും കൂടെ ചേർക്കാം. ശേഷം ഇത് നന്നായി തിളക്കട്ടെ. തൊലി ഒന്ന് സെപ്പറേറ്റ് ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. കുരുവും തൊലിയും നീക്കിയ ശേഷം ഗ്രേപ്സിൻ്റെ പൾപ്പ് ഒരു പാനിലൊഴിച്ച് തിളപ്പിച്ചെടുക്കാം. 2 കപ്പ് പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വെറൈറ്റി റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. സിമ്പിളും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് അര നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. മുന്തിരിയിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പത പോലെ മുകളിലിങ്ങനെ അടിഞ്ഞുകൂടും. അതിന് വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. പതയെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റാം. ഇതിപ്പോൾ നന്നായി തിളച്ച് കുറുകി ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഗ്രേപ്സിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ബാൾ ഗ്രേപ്പ് ജ്യൂസിൽ വരുന്നത് പോലെ തന്നെ ഗ്രേപ്സൊക്കെ ട്രാൻസ്പെറൻറ്റ് ബോൾസ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. 3 ടേബിൾ സ്പൂണോളം ഗ്രേപ്പ് സിറപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബാലൻസ് വന്നിട്ടുള്ള ഗ്രേപ്സിൻ്റെ സിറപ്പ് എയർ ടൈറ്റായിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാനിത് 2 ദിവസത്തേക്കുള്ളതാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഗ്രേപ്സ് അധിക ദിവസം ഇങ്ങനെ വെച്ചിരുന്നാൽ ആൽക്കഹോളിക് കണ്ടൻറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാറാണ് പതിവ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ള ഗ്രേപ്പ് ജ്യൂസാണിത്. ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.